ചുറ്റും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മാത്രം. അറിവിൻ്റെയും സങ്കല്പങ്ങളുടെയും ഒരു നിശബ്ദ ലോകം. പക്ഷേ ആ നിശബ്ദതയ്ക്ക് മറ്റൊരു മുഖമുണ്ട്. നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമ്മെ ആരോ നിരീക്ഷിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലൈബ്രറിയിലെ ആ പഴയ പുസ്തകങ്ങളുടെ ഗന്ധത്തിനിടയിൽ ഹർഷൻ ഹൊറർ കഥകളിലെ അക്ഷരങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സമയം പോയതറിഞ്ഞില്ല. പുറത്തെ വെളിച്ചം മങ്ങിത്തുടങ്ങിയതും അവൻ അറിഞ്ഞില്ല. ആ വായനയ്ക്കിടയിൽ എപ്പോഴോ ഉറക്കം അവനെ പതുക്കെ കീഴടക്കി. പക്ഷേ അതൊരു വെറും ഉറക്കമായിരുന്നില്ല. ഭയത്തിൻ്റെ തണുപ്പുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത്. അതേ മോനെ, ഒന്ന് എഴുന്നേറ്റേ. ദാമോദരനേട്ടൻ്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. ലൈബ്രറി അടയ്ക്കാനുള്ള സമയമായിരിക്കുന്നു. ഹർഷൻ ഞെട്ടിയുണർന്നു. സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് രാത്രിയുടെ കറുപ്പ് പടർന്നു കഴിഞ്ഞു. സാധാരണ അവൻ ലൈബ്രറിയിൽ വരുമ്പോൾ നടക്കാറാണ് പതിവ്. ബൈക്ക് എടുക്കാറില്ല. വീട്ടിലെത്താൻ 20 മിനിറ്റ് നടക്കണം. ഇത്രയും വൈകുന്നത് ഇതാദ്യമാണ്. മനസ്സിനുള്ളിൽ ഒരു നേരിയ ഭയം വിരുന്നെത്തി. ലൈബ്രറിയുടെ വാതിലടയുന്ന ശബ്ദം ആ നിശബ്ദതയിൽ മുഴങ്ങിക്കേട്ടു. ഇനി ആ ഇരുട്ടിലൂടെയുള്ള യാത്രയാണ്, ഒറ്റയ്ക്ക്. നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം മാറുമ്പോൾ നമ്മുടെ ഉള്ളിലെ ധൈര്യവും ചോർന്നു തുടങ്ങും. ഹർഷൻ നടന്നു തുടങ്ങി. കൂട്ടിന് ഫോണിലെ വെളിച്ചം മാത്രം. റോഡിനിരുവശവും മരങ്ങൾ. കാറ്റിൽ ഇലകൾ അനങ്ങുന്ന ശബ്ദം പോലും അവനെ ഭയപ്പെടുത്തി. ഇടയ്ക്ക് നായ്ക്കളുടെ കുരയും ഓരിയിടലും ആ രാത്രിയിൽ കൂടുതൽ ഭീകരമാക്കി. അപ്പോഴാണ് അവൻ ആ നീണ്ട ഇടവഴിയുടെ മുന്നിലെത്തിയത്. വീട്ടിലേക്കുള്ള എളുപ്പവഴിയാണത്. പക്ഷേ ആ വഴി മുഴുവൻ ഇരുട്ടാണ്. ഒന്നു പ്രാർത്ഥിച്ച് അവൻ മുന്നോട്ടു നടന്നു. പക്ഷേ കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ അവന്റെ ഉള്ളിലെ ധൈര്യം ചോർന്നു പോകുന്നതായി തോന്നി. തനിക്ക് പിന്നിൽ ആരോ നടക്കുന്നുണ്ട്. ഓരോ ചുവടിലും ആ സാന്നിധ്യം അവൻ അറിഞ്ഞു. ഭയം മനുഷ്യനെ തളർത്തും. ഹർഷൻ തിരിഞ്ഞു നോക്കി. ആരുമില്ല, ശൂന്യത മാത്രം. പക്ഷേ മുന്നോട്ട് നടക്കുമ്പോൾ ഒരു മിന്നൽ വെളിച്ചത്തിൽ ദൂരെ അവൻ എന്തോ ഒരു രൂപം കണ്ടു. അതൊരു മനുഷ്യനായിരുന്നോ, അതോ അവന്റെ തോന്നലോ? പേടികൊണ്ട് അവന്റെ വേഗത കുറഞ്ഞു. നോക്കരുതെന്ന് കരുതിയെങ്കിലും അറിയാതെ അവൻ ആ രൂപത്തെ നോക്കിപ്പോയി. കണ്ട കാഴ്ച അവനെ ഭയത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. അലറി വിളിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് ഓടി. ശ്വാസം പോലും വിടാതെ ഓടി വീട്ടിലെത്തിയ അവനെ കണ്ട് അമ്മ സാവിത്രിയും അനിയത്തി ഹരിതയും അമ്പരന്നു. താൻ കണ്ട പ്രേതത്തെക്കുറിച്ച് അവൻ അവരോട് പറഞ്ഞു. പക്ഷേ അവർ അത് ചിരിച്ചു തള്ളി. സുമതി വളവിലെ പ്രേതമെന്നൊക്കെ പറഞ്ഞ് അവർ അവനെ കളിയാക്കി. അച്ഛൻ കൃഷ്ണൻ വന്നപ്പോഴും ഹർഷൻ തന്റെ അനുഭവം ആവർത്തിച്ചു. പക്ഷേ അച്ഛനും അത് വെറും തോന്നലാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. ആ രാത്രി ഹർഷൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടച്ചാൽ ആ ഭീകരരൂപം മുന്നിൽ തെളിയുന്നു. പെട്ടെന്ന് മുറിയിൽ ആരോ ഉള്ളതായി അവന് തോന്നി. ഫോൺ എടുത്ത് ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ കണ്ടത് ആ ഇടവഴിയിൽ കണ്ട അതേ രൂപത്തെയാണ്. അലറി വിളിച്ചുകൊണ്ട് അവൻ ലൈറ്റിട്ടു. പക്ഷേ അവിടെ ആരുമില്ലായിരുന്നു. ആ രാത്രി അവൻ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി. രാവിലെ തന്നെ വിമലിനെ കണ്ട് അവൻ കാര്യങ്ങൾ പറഞ്ഞു. വിമൽ ആദ്യം അത് തമാശയായി എടുത്തുവെങ്കിലും ഹർഷന്റെ വിറയൽ കണ്ട് അവൻ രാത്രി അവന്റെ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചു. പക്ഷേ രാത്രി വിമൽ ആ ഇടവഴിയിലൂടെ വരുമ്പോൾ അവനും ആ നെഗറ്റീവ് അനുഭവമുണ്ടായി. എന്തോ ഒന്ന് അവന്റെ മുന്നിലൂടെ പാഞ്ഞുപോയി. ഭയന്നുപോയ വിമൽ തിരിഞ്ഞോടി. ഓടുന്നതിനിടയിൽ അവൻ ഒരാളെ തട്ടി വീണു. നോക്കിയപ്പോൾ അത് ഹർഷൻ പറഞ്ഞ അതേ രൂപമായിരുന്നു. വിമൽ തിരിഞ്ഞു നോക്കാതെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നില്ല. പെട്ടെന്ന് ഹർഷൻ കണ്ണു തുറന്നു. ദാമോദരനേട്ടൻ അവനെ തട്ടി വിളിക്കുകയാണ്. മോനെ, എഴുന്നേറ്റെ, എന്തുറക്കാണിത്? ഹർഷൻ ഞെട്ടി ചുറ്റും നോക്കി. അവൻ ഇപ്പോഴും ലൈബ്രറിയിലാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇരുട്ടു വീണിരിക്കുന്നു. താൻ ഇത്രയും നേരം കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ ആശ്വാസം തോന്നി. സമയം 8:30 ആവുന്നേയുള്ളൂ. അവൻ പതുക്കെ എഴുന്നേറ്റു. ദാമോദരനേട്ടനോട് യാത്ര പറഞ്ഞ് അവൻ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് രാത്രിയുടെ തണുപ്പുണ്ട്.
സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ തന്നെ ധൈര്യപ്പെടുത്തി. അത് വെറും സ്വപ്നമാണ്, പേടിക്കാനൊന്നുമില്ല. അവൻ ആ ഇടവഴിയിലേക്ക് നടക്കാൻ തുടങ്ങി. നിശബ്ദത അവനെ പൊതിഞ്ഞു. ഇരുട്ടിൽ ഫോണിലെ ടോർച്ച് മാത്രം തുണ. പെട്ടെന്ന് അവന്റെ ഫോൺ ശബ്ദിച്ചു. വിമലാണ് വിളിക്കുന്നത്. ഹർഷൻ ഫോൺ എടുത്തു. വിമലിന്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എടാ ഹർഷ, നീ എവിടെയാണ്? ഞാൻ ഇടവഴി പകുതിയായി വീട്ടിലേക്ക് നടക്കുക, ഹർഷൻ മറുപടി നൽകി. അപ്പോൾ വിമൽ പറഞ്ഞ വാക്കുകൾ ഹർഷനെ തളർത്തിക്കളഞ്ഞു. എടാ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. പക്ഷേ ആ ഇടവഴിയിൽ വെച്ച് ഞാനൊരു രൂപത്തെ കണ്ടു. ഭീകരമായൊരു രൂപം. ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നീ അങ്ങോട്ട് പോകരുത്, ഒട്ടും നിൽക്കാതെ അവിടെ നിന്ന് ഓടിക്കോ. വിമൽ പറഞ്ഞത് കേട്ട് ഹർഷൻ തരിച്ചു നിന്നുപോയി. തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണോ? അവൻ നിൽക്കുന്നത് അതേ ഇടവഴിയുടെ നടുവിലാണ്. വിയർപ്പ് അവന്റെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങി. ഒരു നിമിഷം അവന് അനങ്ങാൻ പോലുമായില്ല. പെട്ടെന്ന് ആകാശം പിളരുന്ന ശബ്ദത്തോടെ ഒരിടിമിന്നലുണ്ടായി. ആ മിന്നൽ വെളിച്ചത്തിൽ തൊട്ടുമുന്നിൽ അവൻ ആ കാഴ്ച കണ്ടു. തന്റെ സ്വപ്നത്തിൽ കണ്ട വിമൽ വിവരിച്ച അതേ ഭീകരരൂപം അവനെ നോക്കി നിൽക്കുന്നു. സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള ആ നേർത്ത വര ഇല്ലാതാകുന്ന നിമിഷം നാം കാണുന്ന സ്വപ്നങ്ങൾ വെറും നിഴലുകളല്ല, മറിച്ച് വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനകളാണെങ്കിലോ? ആ ഇടവഴിയിൽ ഹർഷൻ കണ്ടത് ആരെയായിരുന്നു? ആ ചോദ്യം ഇന്നും ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ നിഗൂഢമായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് വലുതാണ്. വീണ്ടും കാണാം നോവൽ പെട്ടിയിലൂടെ.